തിയേറ്ററിലേക്ക് എത്താൻ ഇനി വെറും 6 ദിവസങ്ങൾ മാത്രമുള്ള മമ്മൂക്കയുടെ ബസൂക്ക എന്ന ചിത്രത്തിൻ്റെയും അതോടൊപ്പം തന്നെ 9ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ട ലാലേട്ടൻ്റെ എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെയും ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാം. അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ 8 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. കേരളത്തിൽ നിന്നും സിനിമ 8 ദിവസങ്ങൾ കൊണ്ട് 70,50,00,000 ഇടം പിടിക്കാൻ സാധിച്ചു. 8 ദിവസത്തെ ചിത്രത്തിൻ്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 233 കോടി 235 കോടിക്കും ഇടയിലാണ് വന്നു നിൽക്കുക. ചിത്രത്തിന്റെ കറക്റ്റ് കളക്ഷൻ ഫിഗേഴ്സ് കാര്യങ്ങളൊന്നും 8 ദിവസത്തേത് പുറത്ത് വന്നിട്ടില്ല. ഇന്ന് രാത്രിയോട് കൂടെ മാത്രമേ ചിത്രത്തിന്റെ 8 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരികയുള്ളൂ. 8ാം ദിവസം ഇന്നലെ മാത്രം ചിത്രം കേരളത്തിൽ നിന്നും 3 കോടി 25 ലക്ഷത്തോളം രൂപ കളക്ഷൻ നേടി. ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ആരംഭിച്ച സമയം മുതൽക്ക് തന്നെ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ 24 അവേഴ്സിൽ 1 ലക്ഷത്തിനും എത്രയോ മുകളിലായിരുന്നല്ലോ ദിവസവും ടിക്കറ്റുകൾ സോൾഡ് ഔട്ട് ആയിരുന്നത്. എന്നാൽ ഇന്നലെ ആദ്യമായിട്ട് സിനിമയ്ക്ക് 1 ലക്ഷത്തിന് താഴെയുള്ള ഒരു ടിക്കറ്റ് വിൽപ്പന വന്നിരിക്കുന്നു ബുക്ക് മൈ ഷോ ആപ്പിലൂടെ. ആ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. 92,000 ടിക്കറ്റ്സുകളാണ് 8ാമത്തെ ദിവസം ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം ചിത്രത്തിൻ്റെതായിട്ട് സോൾഡ് ഔട്ട് ആയിരിക്കുന്നത്. കളക്ഷനിൽ ഓരോ ദിവസവും ഇടിവ് ആണ് ഇപ്പോൾ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കാം സിനിമകൾക്ക് അങ്ങനെ സംഭവിക്കുന്നത്. സ്വാഭാവികമാണ്. ചിത്രത്തിന് വീണ്ടും ഒരു സെക്കൻഡ് വീക്കെൻഡ് വരാൻ വേണ്ടി പോവുകയാണ്. അവിടെ കൂടുതൽ ബോക്സ് ഓഫീസ് പവർ സിനിമ കാണിക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. അൺഒഫീഷ്യലായിട്ട് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പടർന്നു പിടിച്ച മമ്മൂക്കയുടെ ഫോട്ടോസാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൺഒഫീഷ്യൽ ആണെങ്കിലും ഈ ഒരു ഫോട്ടോസ് മമ്മൂക്കയുടെ ലേറ്റസ്റ്റ് ഫോട്ടോ എന്നാണ് ആരാധകർ വ്യക്തമാക്കുന്നത്. എവിടെ നിന്നാണ് ഈ ഒരു ഫോട്ടോയുടെ ഉത്ഭവം എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും ട്രെൻഡിങ്ങിൽ പോയ ഈ ഒരു ഫോട്ടോസ് വന്നതോടുകൂടെ ആരാധകർ ആവേശത്തിലും അതോടൊപ്പം തന്നെ ആശ്വാസവുമായിട്ടുണ്ട്. അവർക്ക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കുറേ ദിവസമായിട്ട് മമ്മൂക്കയെ എവിടെയും എങ്ങും കാണുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ മമ്മൂക്കയുടെ രോഗാവസ്ഥ എന്താണെന്ന് അറിയാൻ ആരാധകർക്ക് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ഫോട്ടോ കാര്യങ്ങളെല്ലാം പുറത്തു വന്നതോടുകൂടെ മമ്മൂക്കക്ക് കൂടുതൽ പ്രശ്നങ്ങളില്ല. ഉടൻ തന്നെ മമ്മൂക്ക ഷൂട്ടിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷ ആരാധകർക്ക് സമ്മാനിക്കുന്നുണ്ട്. ഏപ്രിൽ 10ാം തീയതി തിയേറ്ററിൽ എത്തുന്ന മമ്മൂക്ക മൂവിയാണല്ലോ ബസൂക്ക. ഇന്നലെ ഈ ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് മമ്മൂക്ക ഇന്നലെ അറിയിച്ചിരിക്കുന്നു. ചിത്രത്തിന്റെ ആദ്യ സിംഗിൾ സോങ് ഇന്ന് വൈകിട്ട് 6 മണിക്ക് യൂട്യൂബിൽ റിലീസാവുന്നു. ശ്രീനാഥ് ബാസിയാണ് ഈ ഒരു സോങ് പാടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാട്ട് ട്രെൻഡിങ്ങിൽ കയറുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. കാരണം മമ്മൂക്ക ചിത്രത്തിന് വേണ്ടിയിട്ട്, അതായത് ശ്രീനാഥ് ബാസി ഭീഷ്മപർവം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സോങ് ആ ഒരു സമയത്ത് വലിയ ട്രെൻഡിങ്ങിൽ പോയ ഒരു പാട്ടായിരുന്നു. അതുപോലെയുള്ള ഒരു കിടക്കാച്ച് പാട്ട് തന്നെയായിരിക്കും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ചിത്രം തിയേറ്ററിൽ എത്താൻ ഇനി വെറും 6 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ അവസാനത്തെ സ്റ്റേജിൽ കലാശക്കൊട്ടിന്റെ ഈ ഒരു സമയത്ത് ബസൂക്ക ടീം പ്രൊമോഷനിലേക്ക് കയറിയിരിക്കുന്നു. ആദ്യ വീഡിയോ സോങ് റിലീസ് ആവുന്നതിന്റെ പിന്നാലെയായിട്ട് ചിത്രത്തിന്റെ ഒരു പ്രീ റിലീസ് ടീസറും നമുക്ക് പ്രതീക്ഷിക്കാം. കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്നു തുടങ്ങുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നാളെ ആരംഭിക്കും. കാത്തിരിക്കാൻ ബസൂക്ക എന്ന ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനുജിനാസ്. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.